ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു വംശഹത്യ. രണ്ടിടത്തായി ഹിന്ദു യുവാക്കളെ മുസ്ലിം മതമൗലികവാദികൾ കൊലപ്പെടുത്തി. ബംഗ്ലാദേശിലെ കലീഗഞ്ചിൽ ഹിന്ദു വ്യാപാരിയായ ലിറ്റിൻ ചന്ദ്രദാസാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ. കോൺക്രീറ്റ് പണിക്ക് ഉപയോഗിക്കുന്ന ചവ്വല് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യയ്ക്ക് ശമനമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ. രണ്ടിടത്ത് 2 കൊലപാതകങ്ങൾ നടന്നു, അങ്ങനെ വേണം മനസ്സിലാക്കാനല്ലേ? ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു മധ്യവയസ്കനെയും മറ്റൊരു യുവാവിനെയുമാണ് നിലവിലിപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒരിടത്ത് ആൾക്കൂട്ട കൊലപാതകമായിരുന്നെങ്കിൽ മറ്റൊരിടത്ത് വാഹനമിടിച്ചാണ് കൊലപ്പെടുത്തിയത്. ദാരുണമായ 2 സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും ജാഗ്രതയോടെ ഇരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ വംശഹത്യ, ഹിന്ദു വംശഹത്യ എന്ന് പറയാം. 2 വ്യത്യസ്ത സംഭവങ്ങളിലായി 2 ഹിന്ദുക്കളെയാണ് മുസ്ലിം ആൾക്കൂട്ടം കൊലപ്പെടുത്തിയത്. ബംഗ്ലാദേശിലെ കലിഗഞ്ച് പ്രദേശത്ത് ഹിന്ദു വ്യാപാരിയായ ലിറ്റൺ ചന്ദ്രദാസ് ആണ് കൊല്ലപ്പെട്ട ഒരാൾ. കോൺക്രീറ്റ് പണിക്ക് ഉപയോഗിക്കുന്ന ഷവൽ ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. ആദ്യം കൈകൊണ്ട് ആൾക്കൂട്ടം, മുസ്ലിം ജനക്കൂട്ടം, അത് മതമൗലികവാദികളുടെ സംഘമാണ്. അവർ കൈകൊണ്ടും കാലുകൊണ്ടും ഇടിച്ചും ചവിട്ടിയും വീഴ്ത്തി അതിനുശേഷമാണ് ഷവൽ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നിപ്പോൾ വിവരം പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു സംഭവത്തിൽ പെട്രോൾ പമ്പ് തൊഴിലാളിയായിരുന്ന റിപ്പൺ സാഹ എന്ന ഹിന്ദു യുവാവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ അബ്ദുൾ ഹാഷിം, അതോടൊപ്പം കമാൽ ഹുസൈൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ബംഗ്ലാദേശ് പോയിക്കഴിഞ്ഞു. ബംഗ്ലാദേശിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ ഇതിനു മുൻപ് 3 ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. ഒരു യുവാവിനെ കമ്പനിയിൽ നിന്നും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയി റോഡിലൂടെ വലിച്ചിഴച്ച് മർദ്ദിച്ച് അവശനാക്കി മരത്തിൽ കെട്ടിയിട്ട് കത്തിച്ചു കൊലപ്പെടുത്തിയ സംഭവവും ബംഗ്ലാദേശിലുണ്ടായിരുന്നു. അന്ന് തുടങ്ങിയതാണ്, ഇതുവരെ അവസാനിച്ചിട്ടില്ല. ബംഗാൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇതിന്റെ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൽ ഹൈന്ദവരുടെ അവസ്ഥ വളരെ ഭയാനകമാണ് എന്നുള്ളതാണ്. വീണ്ടും അവിടെ വംശഹത്യ നടക്കുന്നു. 2 ഹിന്ദു യുവാക്കളെ മുസ്ലിം മതമൗലികവാദികൾ കൂട്ടം ചേർന്ന് കൊലപ്പെടുത്തിയത്. ബംഗ്ലാദേശിലെ കലീഗഞ്ചിലാണ് ഒരു കൊലപാതകം നടന്നത്. ഹിന്ദു വ്യാപാരിയായ ലിറ്റൻ ചന്ദ്രദാസ് ആണ് കൊല്ലപ്പെട്ടത്. എന്തായാലും ഈ സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഹൈന്ദവരുടെ കാര്യത്തിൽ ഒരു ഭയാനകമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്തത്.